പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും ഛായാഗ്രാഹകനുമായ സംഗീത് ശിവൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് മുംബൈയിൽ നടക്കും. ഓഷിവാര ഹിന്ദു ശ്മശാനത്തിലാണ് ഇന്ന് വൈകിട്ട് 4 മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അദ്ദേഹത്തിൻ്റെ അന്തേരിയിലെ വസതിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ഹൃദയാഘാതം മൂലം ഇന്നലെയാണ് സംഗീത് ശിവൻ്റെ അന്ത്യമുണ്ടായത്. അദ്ദേഹത്തിന് 65 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. യോദ്ധ, നിർണയം, അതേപോലെയുള്ള ഗാന്ധർവം തുടങ്ങിയ മോഹൻലാൽ ചിത്രങ്ങളുമൊക്കെ അദ്ദേഹം നമുക്ക് വേണ്ടി അണിയിച്ചൊരുക്കി. 8ഓളം ഹിന്ദി ചിത്രങ്ങളും സംവിധാനം ചെയ്തു. മാത്രമല്ല ഈ പ്രേമലു എന്ന സിനിമയുടെ രോമാഞ്ചം എന്ന സിനിമയുടെ 2ാം ഭാഗം ഹിന്ദിയിൽ അണിയിച്ചൊരുക്കാനുള്ള തത്രപ്പാടിനിടയിലാണ് അദ്ദേഹം രോഗബാധിതനായതും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും. അദ്ദേഹത്തിന് ഒരു ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടേഴ്സ് ഉപദേശിച്ച പ്രകാരമായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയത്. ഇന്നലെ വൈകുന്നേരം 5 മണി കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുകയായിരുന്നു. നമുക്ക് വളരെ വേണ്ടപ്പെട്ട തിരുവനന്തപുരത്തെ ശിവൻ കുടുംബത്തിലെ അംഗമാണ് സംഗീത് ശിവൻ. കൂടുതൽ വിവരങ്ങളുമായി അന്തേരിയിൽ നിന്ന്, അതായത് സംഗീത് ശിവൻ്റെ വസതിയിൽ നിന്ന് നമുക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ നമുക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു. തിരുവനന്തപുരത്ത് ഒരുവിധം സാംസ്കാരിക പ്രവർത്തകർക്കൊക്കെ വളരെ പരിചിതനായിരുന്നു അദ്ദേഹം. ഒരുപാട് പേരുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിച്ച ആളുമായിരുന്നു. സംസ്കാര ചടങ്ങുകളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? SK, ഞാനിപ്പോൾ ഉള്ളത് അന്ധേരിയിലെ വീരദേശായി റോഡിലുള്ള മെറിഡിയൻ അപ്പാർട്ട്മെൻറ്റ്സിന് മുന്നിലാണ്. ഇവിടെയാണ് ബിൽഡിംഗ് നമ്പർ 2-ൽ 302-ാം മുറിയിൽ ഫ്ലാറ്റിൽ അദ്ദേഹം താമസിച്ചിരുന്നത്. ഇപ്പോൾ മൃതദേഹം അദ്ദേഹത്തിൻ്റെ വസതിയിലുണ്ട്. അടുത്ത ബന്ധുക്കൾ മാത്രമേ ഇപ്പോൾ ഒപ്പമുള്ളൂ. അല്പസമയം മുമ്പ് വരെ ഈ സുഹൃത്തുക്കൾ, ബോളിവുഡിലൊക്കെ തന്നെ അദ്ദേഹത്തിന് നിരവധി സുഹൃത്തുക്കളുണ്ട്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല സുഹൃത്തുക്കളും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കണ്ട് ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പൊതുദർശനം പോലെ ഒരു വലിയ സൗകര്യം ഒരുക്കിയിട്ടില്ല. വീടിനകത്താണ് മൃതദേഹം ഉള്ളത്. ഇന്നലെ രാത്രി ഏതാണ്ട് 12 മണിയോടെയാണ് മൃതദേഹം മുംബൈയിലെ കോകിലാബെൻ ധീരുഭായ് അംബാനി ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിച്ചത്. ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് ഓഷിവാരയിൽ, ഇവിടെ നിന്ന് അധികം ദൂരമില്ല, ഓഷിവാരയിലെ ഹിന്ദു ശ്മശാനത്തിൽ വെച്ച് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് അടക്കം ബന്ധുക്കളൊക്കെ വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സമയം ആ വിധം ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ ഇപ്പോൾ കൂടുതൽ പേർ കേരളത്തിൽ നിന്നടക്കം വരും എന്ന് പ്രതീക്ഷിക്കുന്നു. സിനിമാ മേഖലയിൽ നിന്നുള്ള, ബോളിവുഡിൽ നിന്നുള്ള പലരും എത്താനുള്ള സാധ്യതയുമുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ യോദ്ധ പോലെ ഓർത്തുവെക്കാൻ കഴിയുന്ന ഒട്ടനവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള സംവിധായകനാണ്. അതുപോലെ തന്നെയാണ് ബോളിവുഡിലേക്ക് വരുമ്പോഴും ആ തരത്തിൽ നിരവധി സിനിമകൾ സംവിധാനം ചെയ്യുകയും അവസാന സമയത്ത് പോലും അദ്ദേഹത്തിന് സ്വന്തമായി മറ്റൊരു സിനിമയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ബോളിവുഡിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് SK സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പെട്ടെന്ന് വിടവാങ്ങുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളെ അദ്ദേഹം ആശുപത്രിയിലായിരുന്നു ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം. പിന്നീട് ഒരു സർജറി വേണ്ടി വന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഹൃദയാഘാതം മൂലം അദ്ദേഹം വിടവാങ്ങുകയും ചെയ്തു. സന്തോഷ് ശിവൻ അടക്കമുള്ള ആളുകൾ മുംബൈയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം അവസാന സമയങ്ങളിലും ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അടുത്ത ബന്ധുക്കൾ ഇവിടെയുണ്ട്, ഭാര്യയും മക്കളും ഒപ്പമുണ്ട്. മൃതദേഹം വൈകിട്ട് 4 മണിയോടെ വസതിയിൽ നിന്ന് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. അന്തേരിയിലെ സംഗീത് ശിവൻ്റെ വസതിയിൽ നിന്ന്. തിരുവനന്തപുരത്ത് ശിവൻ, നിങ്ങൾക്കറിയാം, ഒരുപാട് കുട്ടികളുടെ ചിത്രമൊക്കെ നിർമ്മിച്ച് ദേശീയ പുരസ്കാരം നേടിയ ആളാണ് ശിവൻ. അദ്ദേഹം വർഷങ്ങളായി തിരുവനന്തപുരത്ത് ഫോട്ടോ സ്റ്റുഡിയോ നടത്തുകയായിരുന്നു. ഇപ്പോൾ രോമാഞ്ചം എന്ന ചിത്രത്തിൻ്റെ ഹിന്ദി റീമേക്ക് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ തിരക്കായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ചില ചിത്രങ്ങളുടെ 2ാം ഭാഗം കൊണ്ടുവരണം. യോദ്ധയൊക്കെ 2ാം ഭാഗം അവതരിപ്പിക്കണമെന്ന് അദ്ദേഹം കുറേ കാലമായി ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും മരണം രംഗബോധമില്ലാതെ വന്നു, അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി. ദുഃഖാർത്ഥരായ കുടുംബത്തോടൊപ്പം നമ്മളും ചേരുന്നു. അവരുടെ ദുഃഖത്തിൽ നമ്മളും അണിചേരുന്നു.